ഏറ്റുമാനൂരമ്പലം അവിടെ ഉത്സവം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഞാനുണ്ട്, വൈഫുണ്ട്, എൻ്റെ വൈഫിൻ്റെ ആങ്ങളയുണ്ട്, അളിയനുണ്ട്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ഒരു ആൻറ്റി ഉണ്ട്. ഞങ്ങൾ 4 പേരുടെ, പിന്നെ എൻ്റെ കൊച്ചുണ്ട്, 4 പേര്. ഞങ്ങൾ ഉത്സവം കഴിഞ്ഞ് 10-11 മണിയായി തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വിശക്കെന്ന് പറഞ്ഞു ഒരു തട്ടുകട കയറി നല്ല അത്യാവശ്യം നീറ്റായിട്ട് തട്ടുകടയാണ്. ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങാൻ നേരപ്പോൾ ലൈം സോഡ എന്നൊരു സാധനമില്ലേ ബോട്ടിൽ കിട്ടുന്നത്, ലൈം സോഡ ഒരെണ്ണം മേടിച്ച് വൈഫും ഈ അളിയനും കൂടെ വീതിച്ച് കുടിച്ചു. അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്നുകൂടെ മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ലൈം സോഡ മേടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഗ്ലാസ് വെച്ചു, ആദ്യം എനിക്ക് വെച്ചു. അപ്പോൾ ഞാനെടുത്ത് കുടിച്ചപ്പോൾ ഒരു വഴുവഴുപ്പും എന്തൊരു ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ ഞാനോർത്തിന് നാരങ്ങയൊക്കെ ലൈവായിട്ട് പിഴിഞ്ഞിട്ടാണ് ലൈം സോഡ ഉണ്ടാക്കുന്നത് വിചാരിച്ചാൽ ഞാൻ കുടിച്ചു, വൈഫ് കുടിച്ചു, അളിയൻ കുടിച്ചു, ആൻറ്റിക്ക് കൊടുത്തു. ലാസ്റ്റ് ഇത് ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു അച്ചിണ് അച്ചിന് ഒച്ച് ഇവിടെ ഞങ്ങൾ ഒച്ചെന്നതിനെ അത് ചത്തിട്ട് കഴുകി അതിൻ്റെ കഴിക്കാതെ. എൻ്റെ വൈഫ് ഇതിനകത്ത് ഏതാണ്ടൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടു, ഇത് അച്ഛനാന്ന് കണ്ടു. അളിയൻ ഒരു മിന്നായം പോലെ സാധനം കണ്ടുണ്ട്. എനിക്കറിയാം ഇവരിത് കണ്ട് ഇപ്പൊ ഛർദ്ദിക്കും, ഇപ്പൊ ഇവിടെ പ്രശ്നമാവും. ഞാൻ അപ്പം ഈ സാധനം എടുത്ത് ആ ഗ്ലാസ് എടുത്തിട്ട് ഈ സാധനം എടുത്താൽ കളഞ്ഞ് ഞാൻ പറഞ്ഞു അതെന്താ സാധനം നോക്കണ്ട മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അളിയൻ പറഞ്ഞു എടീ അത് അച്ഛനാണെന്ന് തോന്നുന്നു കേട്ടോ, അച്ഛനാണെന്ന് തോന്നുന്നു. അപ്പം ഇവർ കഴിയാൻ വേണ്ടി പോയി. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഈ സോപ്പിന്റെ മണം ഉണ്ട് പോലും ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ടീമാണ്. മീനൊക്കെ എടുത്തിട്ട് 4, 5, 6 തവണ കഴുകി മറ്റേ ഗോതമ്പ് പൊടി ഇട്ടിട്ട് മീൻ കഴുകുന്ന ടീമാണ്. മീനിന്റെ അമ്മ വന്നാൽ പോലും തിരിച്ചെടുത്തില്ല, എൻ്റെ കൊച്ചാണ്. ആ രൂപത്തിലേക്ക് മീനെ മാറ്റുന്ന ടീമാണ്. ഇതിന്റെ പുള്ളിക്കാരത്തി ഞാൻ ഒരു വിധത്തിൽ മാറ്റി നിർത്തി. കാരണം ഇവരുടെ മനസ്സിലിത് വന്നാൽ ഒരാൾ വാള് വെച്ചാൽ പണി പാളി, മുഴുവൻ വാളോട് വാളടിക്കും. അപ്പം തിരിച്ച് വീട്ടിൽ പോകണം. അപ്പം ഞാൻ ബില്ല് എടുക്കാം, നീ വരാൻ കഴിയുമ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ അളിയൻ പറയുന്നില്ല എടീ അത് അച്ഛനാന്ന് തോന്നുന്നു കേട്ടോ, എനിക്കൊരു വാള് വെക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ബില്ലടച്ച് സംഭവം തീർത്ത്. അപ്പൊ എൻ്റെ മകൻ അച്ഛ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നെന്ന്. കാരണം അളിയൻ പറയുന്നത് കേട്ട് അന്നേരമാണ് കൊച്ചിന് ഛർദ്ദിക്കാൻ. ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് അച്ഛൻ വരാൻ ഛർദ്ദിപ്പിക്കാന്ന് ഞാൻ വിളിച്ച് അതിലോട്ട് കൊണ്ടുപോയപ്പോൾ ഇവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം JCB ആണ്. അവന് അപ്പനും അമ്മയ്ക്കും ഇഷ്ടം JCB ആണ്. അപ്പോൾ അവിടെ JCB മാന്തിയ ഒരു സ്ഥലം ഞാൻ കണ്ടു. ഞാൻ ആ ഛർദ്ദിക്കുന്ന അവിടെ കൊണ്ട് നിർത്തിയിട്ട് മോനെ ഇത് JCB ഹിറ്റാച്ചി എന്ന് മാന്തിയല്ല, ഹിറ്റാച്ചി ആയിരിക്കും വെച്ചാൽ ഹിറ്റാച്ചി അതേ പാറിവിടെ കിടപ്പുണ്ട്, ഹിറ്റാച്ചി പാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് അവനൊക്കെല്ലാം കാണിച്ച് ഒരു കല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ മറന്നുപോയി ഛർദ്ദിക്കുന്ന കാര്യം. നേരെ വണ്ടിയെ കയറ്റി ഞാനിങ്ങ് വന്നു. ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് പാളിയിൽ അവിടെ മാറുന്നുണ്ട്. കയറി വണ്ടിയെ വന്നു ഇറങ്ങി പോകുന്നു. അപ്പൊ ഇവര് വണ്ടിയെ ഈ അളിയൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്നാലും അതിന്റെ അളിയന് നാളെ തന്നെ പരിപാടി അടുത്ത ഇതെന്താ പറഞ്ഞ് ഞാൻ ആ വിഷയം അങ്ങ് മാറ്റി വീഡിയോയിൽ കൊണ്ടുവന്നു. സംഭവം കഴിഞ്ഞു. അവിടെ വെച്ച് റിയാക്ട് ചെയ്യാൻ പോരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? റിയാക്ട് ചെയ്ത് കടക്കാരെ ചെയ്ത് വിളിച്ച് അത് പറഞ്ഞു വേണം ബില്ലൊക്കെ തിരിച്ച് മേടിക്കൊക്കെ ചെയ്യാം. പക്ഷെ മുഴുവൻ പേരും വാള് വെച്ച് ആ ദിവസവും കൊളാവും, കൊച്ചും ഇതാകും, ആകെ പ്രശ്നമാകും. ബുദ്ധിപരമായി നീക്കം എന്താ? കുടിച്ചു, ഞാനും കുടിച്ചു, വൈഫും എല്ലാവരും അച്ഛനോളം കുടിച്ചിട്ടിരിക്കുക. ഇനി അതിന് ചെയ്യാനില്ലല്ലോ, കുടിച്ചു പോയി ഇറങ്ങി ഇനി ഞാൻ ചെയ്യാനായിട്ടാ. അവരുടെ ചെയ്യുന്നുണ്ടോ? അച്ഛനിറക്കുന്നുണ്ടോ? ആണോ? ഞാൻ വരാതെ കം ടു ദ പോയിന്റ്. ശരിക്കും ഞാൻ നമ്മുടെ കിണറ്റി എന്തൊക്കെയുണ്ട്? അട്ടയുണ്ട്, പഴുതാരുണ്ട്, തേളുണ്ട്, അല്ലേ? നിങ്ങളൊക്കെ കുടിക്കുന്ന വെള്ളം ഇന്ന് ഉച്ചയ്ക്ക് കുടിച്ച വെള്ളം മറ്റേ തവളയൊക്കെ മുള്ളിയ വെള്ളമായിരിക്കും. അല്ലാതെ അല്ലെങ്കിൽ കരിക്കും വെള്ളം മാത്രമേ ഉള്ളൂ, തവളമൂത്രം ഇല്ലാത്ത. നമ്മുടെ എല്ലാം ഇതൊക്കെ തന്നെയാ അല്ലേ? അങ്ങനെ ചിന്തിച്ച് പോയി. സോ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. റിയാക്ഷന്റെ സ്ഥലത്ത് എന്ത് ചെയ്യണം? റെസ്പോണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് ഈ ഓഫീസിലേക്ക് ഒരാള് ദേഷ്യത്തോടെ കയറി വരുന്ന എന്തിനാ? ആ പുള്ളിയുടെ കലിപ്പും സാധനം എല്ലാം കൂടി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളോട് തിരിച്ചങ്ങോട്ട് ആണോ? ബാഹുബലിക്കകത്ത് രണ്ടുകൂടെ അങ്ങോട്ട് ഇവർ നിൽക്കുന്നവർ അല്ല. എന്ത് ചെയ്യണം? ചേട്ടൻ ഇരിക്കുക, ചേട്ടൻ സാറേ വിളിക്കണം. അപ്പൊ സാറാക്കണം. സാറേ ഇരിക്കും, സാറേ ഇരിക്കും, സാറേ കുടിക്കാൻ വെള്ളം പറ സാറേ, എന്താ സാറിന്റെ കംപ്ലൈന്റ്? ഞാനുണ്ടല്ലോ സാർ എന്ത് പറ, ഞാൻ കേൾക്കാം. ഞാനൊരു ഇന്ന ഉദ്യോഗസ്ഥനാണ്, നമുക്ക് പറയാൻ ഉണ്ടാക്കാണ്ട് സാർ പറ. ഒന്ന് കേട്ടാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഈ റിയാക്ഷൻ എന്നുള്ള പരിപാടി ഒന്ന് നിർത്തിയിട്ട് ഒരു ഫിൽറ്റർ വെച്ചിട്ട് റെസ്പോൺസിലേക്ക് ഇറങ്ങി നോക്കിയാൽ ജീവിതം ഭയങ്കര രസം.